കൊല്ലത്ത് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് വൃദ്ധൻ മരിച്ച സംഭവം രാഷ്ട്രീയ കൊലപാതകമാക്കാൻ ശ്രമിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൊമേഡിയനാണെന്നും കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ സജി നെപ്പോളിയനെ പോലെ കോടിയേരി വലിയ പ്രഹസനമായി മാറിയെന്നും PC വിഷ്ണുനാഥ് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചു. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും ഒരുക്കിയ സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസനും മാമുക്കോയും സംഘവും അജ്ഞാതന്റെ മൃതദേഹം പാർട്ടി രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് കൊല്ലത്തെ കൊലപാതകം കോടിയേരി രാഷ്ട്രീയ കൊലപാതകമാക്കാൻ നോക്കിയതെന്നും വിഷ്ണുനാഥ് പരിഹസിക്കുന്നു. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടൊരുക്കിയ സന്ദേശം എന്ന സിനിമയ്ക്ക് ഒരു സന്ദേശവുമില്ലെന്ന് തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ ഈയിടെ അഭിപ്രായപ്പെട്ടത് ഏറെ ചർച്ചയായിരുന്നു. കാലത്തിനു മുൻപ് സഞ്ചരിച്ച സന്ദേശം സിനിമയിലേതുപോലെ ഒരു അജ്ഞാത മൃതദേഹം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഹർത്താൽ നടത്താമെന്ന് ഈയിടെയും കാണിച്ചതാണ് അതിന്റെ പ്രസക്തി എന്നാണ് നടൻ ഹരീഷ് പെരടി അതിന് മറുപടി നൽകിയത്. സന്ദേശത്തിലെ ഒരു സീനിൽ കവലയിൽ കിടക്കുന്ന അജ്ഞാതനായ ഒരാളുടെ മൃതദേഹത്തിന് മുൻപിൽ നിന്ന് എന്നാലും എന്റെ ഗോപാലൻകുട്ടി നായരെ അങ്ങയ്ക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് വിലപിക്കുന്ന മാമുക്കോയുടെ കഥാപാത്രത്തെ പോലെ കോമഡിയായി മാറുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഡൽഹിയിൽ കാണിച്ച വിലാപമെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. അസ്വാഭാവികമായ ഒരു മരണവും ന്യായീകരണമില്ലാത്ത പാതകമാണ്. ചോരക്കറ പുരണ്ട ഏതൊരു കരവും ശിക്ഷിക്കപ്പെടണം. ശനിയാഴ്ച കൊല്ലം വളവപ്പച്ച മഹാദേവർകുന്ന് സജീന മൻസിലിൽ ബഷീർ എന്ന 72കാരൻ വാക്തർക്കത്തെ തുടർന്ന് നാട്ടുകാരന്റെ കുത്തേറ്റ് മരിച്ച സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ചേരുന്നതിന് പകരം ആ കൊലപാതകത്തെ ഇത്ര വികലമാക്കി രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോടിയേരിയും CPM-ഉം ശ്രമിക്കുന്നത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിനുള്ള കോൺഗ്രസിന്റെ തിരിച്ചടിയാണ് ചിതറ കൊലപാതകമെന്ന കോടിയേരിയുടെ പരാമർശം നിലവാര തകർച്ച മാത്രമല്ല, സമീപകാലത്ത് കേട്ട ഏറ്റവും വലിയ ഹാസ്യം കൂടിയാണ്. കാസർഗോഡ് രാഷ്ട്രീയ നേതാക്കൾ ക്രിമിനൽ സംഘത്തിന്റെ സഹായത്തോടെ 2 പ്രവർത്തകരെ വെട്ടിക്കൊന്നതിന് കൊല്ലത്ത് വയോധികനായ ഒരാളെ കൊന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചുവെന്നൊക്കെ പറയാനുള്ള തൊലിക്കെട്ടി കോടിയേരിക്ക് കാണും. PB അംഗം MA ബേബിയും സമാനമായ പ്രസ്താവന നടത്തി തങ്ങളുടെ കയ്യിൽ പുരണ്ട രക്തക്കറ മായ്ച്ചു കളയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കൊലയ്ക്ക് പിന്നിൽ മരച്ചീനി കൊടുക്കാത്തതിലുള്ള തർക്കമെന്നും വ്യക്തിവൈരാഗ്യമെന്നും പോലീസ് FIR-ൽ പറയുന്നു. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും നേരത്തെ ബഷീറിന്റെ സഹോദരനെയും പ്രതി കുത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇരട്ടപ്പേര് വിളിച്ചതോടെയാണ് തർക്കമുണ്ടായതെന്ന് മാധ്യമങ്ങൾ പറയുന്നു. പ്രാദേശികമായ CPM പ്രവർത്തകർ തന്നെ അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. വസ്തുത ഇതായിരിക്കെ കോടിയേരിക്ക് മാത്രമാണ് അതൊരു രാഷ്ട്രീയ തിരിച്ചടിയായത്. രക്തസാക്ഷികളുടെ എണ്ണം കൂട്ടാൻ ഈ പാർട്ടി ഏതറ്റം വരെ പോകുമെന്നതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് കോടിയേരിയുടെ വാക്കുകൾ. മലയാളികൾ ഇതെല്ലാം കേട്ട് പരിഹസിക്കുന്നത് കോടിയേരി കാണുന്നുണ്ടോ ആവോ എന്നും വിഷ്ണുനാഥ് പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.